നമസ്കാരം. എൻ്റെ ടോക്കിൻ്റെ ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആറാമനായി ഇറങ്ങുക, അപരാജിത സെഞ്ചുറിയുമായി ചെറുത്തു നിൽക്കുക. മുഹമ്മദ് അസ്ഹറുദ്ദീൻ്റെ ചിറകിലേറിയ രഞ്ജി ട്രോഫി സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. രണ്ടാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ ഒന്നാം ഇന്നിംഗ്സിൽ കേരളം 7 വിക്കറ്റ് നഷ്ടത്തിൽ 418 റൺസ് എടുത്തു. 149 റൺസുമായി മുഹമ്മദ് അസ്ഹറുദ്ദീനും 10 റൺസുമായി ആദിത്യ സർവേദയുമാണ് ക്രീസിൽ. 4 വിക്കറ്റിന് 206 റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് നായകൻ സച്ചിൻ ബേബിയെ ആദ്യം നഷ്ടമായി. 195 പന്തിൽ നിന്നും സച്ചിൻ 69 റൺസ് എടുത്തു. തുടർന്നെത്തിയ സൽമാൻ നിസാർ മുഹമ്മദ് അസ്ഹറുദ്ദീന് മികച്ച പിന്തുണ നൽകിയതോടെ കേരളം മികച്ച സ്കോറിലേക്ക് നീങ്ങി. 175 പന്തിൽ നിന്നും 13 ഫോർ സഹിതം സൽമാൻ നിസാർ 52 റൺസ് നേടി. മൂന്നാം ദിനം മുതൽ ബൗളർമാർക്ക് അനുകൂലമാകുന്ന പിച്ചിൽ കേരളത്തിന് നേട്ടമുണ്ടാകാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. കരുത്തരായ ജമ്മുകാശ്മീരിനെ ക്വാർട്ടറിൽ തോൽപ്പിച്ചാണ് ചരിത്രത്തിലെ രണ്ടാം സെമിയിൽ കേരളം എത്തിയിരിക്കുന്നത്. രഞ്ജി ട്രോഫി ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ എത്താനുള്ള സാധ്യതയെയാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.